നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോക ജീവിതം ഒരു പോരാട്ടമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, കെണികളിൽ പെട്ടുപോകാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പാപവഴികളെ ഉപേക്ഷിച്ച് നിന്നെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അതിക്രമം നടന്ന രാത്രിയാണ്. ഏറ്റവും വലിയ പാപം നടമാടിയ രാത്രിയാണ്. ഏതാണത്? ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് സംഭവം? യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന രാത്രി, ഒറ്റിക്കൊടുക്കുന്ന സംഭവം. വളരെ ചുരുക്കം നേരം കൊണ്ട്, കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണത്. ഈശോയുടെ ഒറ്റിക്കൊടുക്കലും ഈശോയുടെ അറസ്റ്റുമൊക്കെ. പക്ഷേ 4 പാപങ്ങൾ ആ നേരം കൊണ്ട് അരങ്ങേറി കഴിഞ്ഞിരുന്നു. 4 കൂട്ടരുടെ പാപങ്ങൾ ആ നേരം കൊണ്ട് അരങ്ങേറി കഴിഞ്ഞിരുന്നു. നമ്മളിന്ന് ആ ഘോരരാത്രിയിൽ അരങ്ങേറിയ 4 പാപങ്ങളെ ധ്യാനിക്കുകയാണ്. എന്തിനാണ് ധ്യാനിക്കുന്നത്? അതേ പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല. അത്തരം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുപേക്ഷിക്കാനാണ്. തിരിച്ചറിയാനും ഉപേക്ഷിക്കാനുമാണ് നമ്മളതിനെ ധ്യാനിക്കുന്നത്. നിശ്ചയമായും ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പാപം ചെയ്തയാൾ ആരാണ്? സംശയമില്ല, അത് യൂദാസാണ്. എന്താണ് യൂദാസ് ചെയ്ത പാപം? സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസിൻ്റെ പാപം സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പക്ഷേ ഈ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്ന അവൻ ചെയ്ത ആ പാപത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 3 കാര്യങ്ങൾ കൂടി നമ്മൾ യൂദാസിൻ്റെ ഈ പാപത്തോട് ചേർന്ന് ധ്യാനിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടരുത്. നമ്മുടെ ഇന്നത്തെ ഈ തിരുവചനം മുഴുവൻ യൂദാസ് ആണോ അച്ചോ എന്ന് ചോദിച്ച് വിഷമിക്കരുത്. അല്ല. യൂദാസിനെ ധ്യാനിച്ച് നമ്മൾ അടുത്ത പാപത്തിലേക്ക് വരും. അത് കഴിഞ്ഞ് അടുത്ത പാപം, അതും കഴിഞ്ഞ് 4-മത്തത്. അങ്ങനെ 4 തരത്തിൽ സംഭവിച്ച ആ ഒരു രാത്രിയിൽ, ആ ഒരു നേരത്ത് സംഭവിച്ച പാപങ്ങൾ. 1-മത്തത് യൂദാസിൻ്റെത്. യൂദാസിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന 3 കാര്യങ്ങൾ. 1-മത്തെ കാര്യം, യൂദാസ് കഴിഞ്ഞ 2-2.5 വർഷത്തോളമായി ഈശോയുടെ അനുയായിയായിരുന്നു എന്ന വസ്തുത. അതായത് വെറുതെ ഒരുത്തനല്ലെന്ന് വന്ന് ഒറ്റിയിട്ട് പോയത്. ഈശോയെ അറിഞ്ഞുകൂടാത്തവനോ കൂടെ നടക്കാത്തവനോ അല്ല ഒറ്റിയത്, മറിച്ചോ കൂടെ നടന്നവൻ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൂടെ നടന്നവൻ. ഈശോ അവൻ്റെ വചനവും അപ്പവും പങ്കുവെച്ച് കൊടുത്തവൻ, അവൻ്റെ കൂടെ ഇരുന്ന് അപ്പം പങ്കിട്ടവൻ, ഒരേ മേശയിലിരുന്ന് അത്താഴമുണ്ടവൻ, അവനാണ് ഈശോയെ ഒറ്റിക്കൊടുത്തത്. അതാണ് അവൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന കാര്യം. കൂടെ നടന്നിട്ടും ഗുരുവിൻ്റെ നന്മയെ, സുഹൃതങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ഒറ്റിക്കൊടുത്തു പോയി യൂദാസ്. നോക്കിക്കേ, ഈ കാര്യത്തിൽ നമ്മളും യൂദാസും കൂടെ സാമ്യമുണ്ട്. ഏത് കാര്യത്തിലാണ്? ഒറ്റിക്കൊടുത്ത കാര്യത്തിലല്ല. നിങ്ങളാരും ഈശോയെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അങ്ങനല്ല. മറിച്ച് കൂടെ നടന്നിട്ടുണ്ട്. ഈശോയുടെ കൂടെ നടക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു അകൃത്യം ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടുമെന്ന് ഓർത്തേക്ക്. അല്ലേ? വിശ്വസിച്ച് പണസഞ്ചി വരെ ഏൽപ്പിച്ചതാണ് യൂദാസിനെ. കുറച്ച് മിനിറ്റ് മുമ്പ് ഈശോയുടെ കൂടെ ഇരുന്ന് കുർബാന അർപ്പിച്ചവനാണ് യൂദാസ്. എന്നിട്ടോ ആ കുർബാന അർപ്പിച്ചിട്ട് ആദ്യത്തെ കുർബാന സ്വീകരണം നടത്തിയവനാണ് യൂദാസ്. ആദ്യത്തെ കുർബാന സ്വീകരണം ഈശോ നാവിൽ വെച്ച് കൊടുത്ത യൂദാസിനാണ്. അതും കഴിഞ്ഞിട്ടാണ്
അവൻ ഒറ്റിക്കൊടുത്തത്. അതായത് കൂടെ നടന്നു എന്നതോ കുർബാന കൂടി എന്നുള്ളതോ ഒന്നും പാപ വഴികളിൽ ഞാൻ വീണു പോകില്ല എന്നതിന് ഉറപ്പല്ല. വീണു പോകാം ആർക്കും ഈ കാലത്തെ യൂദാസായി മാറാനുള്ള സാധ്യതയുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ വേണം നമ്മളത് ധ്യാനിക്കാൻ. ഒരു പേടിയൊക്കെ തോന്നണം നമുക്കുള്ളിൽ. കർത്താവേ, ഞാൻ അങ്ങനെ യൂദാസായി പോകാതിരിക്കട്ടെ എന്ന് തമ്പുരാൻ കർത്താവോട് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കണം. അടുത്തത്, യൂദാസ് ചെയ്ത ആ പാപം, ഈശോയെ ഒറ്റിക്കൊടുത്ത പാപം, അതിൻ്റെ കാഠിന്യം കൂട്ടുന്ന ഒന്നാമത്തെ കാര്യം, അവൻ ഈശോയുടെ കൂടെ നടന്നവനാണ്, കുർബാന അർപ്പിച്ച ഈശോയുടെ കുർബാനയിൽ പങ്കെടുത്തവനാണ്, ഒക്കെ ഉള്ളതാണ്. രണ്ടാമത്തത്, യൂദാസിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന കാര്യം, ഈശോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നവരെ നയിച്ചത് യൂദാസാണ്. അപ്പം ഞെട്ടലാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്. ഈശോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നവരെ ലീഡ് ചെയ്യുന്നത് യൂദാസാണെന്ന്. ദൈവത്തിനെതിരെ നിൽക്കുന്നവരെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഗതികേട് യൂദാസിന് വന്നിരിക്കുകയാണ്. സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. ഇതുവരെ ഈശോയുടെ കൂടെ നടന്നവൻ തീരുമാനമെടുക്കുകയാണ് ഈശോയെ ഉപേക്ഷിക്കാൻ, ഈശോയുടെ വഴികളിൽ നിന്ന് പിന്മാറാൻ. എന്നിട്ടോ ഈശോയെ എതിർക്കുന്നവരെ അവരുടെ മുമ്പിൽ നിന്ന് നയിക്കുകയാണ്. ചില മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ ഇതിനോട് സാമ്യം തോന്നിപ്പോയിട്ടുണ്ട്. കുറേയേറെ പ്രായം വരെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ചെലവഴിച്ചു. യൂദാസിനെ പോലെ ഏത് തെറ്റിദ്ധാരണയുടെ പേരിൽ അവരുടെ ധാരണകളൊന്നും ഫലപ്രദമാകുന്നില്ല, അതുപോലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് തോന്നിയ നേരത്ത് ചെയ്ത കാര്യം നേരെ മറുകണ്ഠം ചാടിയെന്ന് മാത്രമല്ല, തിരിഞ്ഞു നിന്നിട്ട് ശത്രുപക്ഷത്തെ മുമ്പിൽ നിന്ന് നയിച്ചു കളയും. ഇത് അപകടമാണ്. യൂദാസിൻ്റെ മുഖച്ഛായയാണ് ആ നേരത്ത് നമുക്കെന്ന് ഓർത്തേക്കണം. മൂന്നാമത്, യൂദാസിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന മൂന്നാമത്തെ കാര്യം, വളരെ വഞ്ചനാപരമായ ഒരു പ്രകടനം നടത്തുന്നുണ്ട് യൂദാസ്. എന്താണ് ആ പ്രകടനം? രാത്രിയാണ് നേരം. ഈശോ ഏതാണെന്ന് കൂടെ വന്നവർക്ക് തിരിച്ചറിയാൻ എളുപ്പമല്ല. അതുകൊണ്ട് യൂദാസ് ഒരു പ്ലാൻ ഇട്ടു, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ പോയി ആരെയാണോ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് അവനാണ് ക്രിസ്തു, പിടിച്ചോണ്ട് പൊക്കണം, അവനാണ് മിശിഹ, പിടിച്ചോണ്ട് പൊക്കണം. എന്നിട്ട് യൂദാസ് ആ പ്ലാൻ ഭംഗിയായിട്ട് നടപ്പിലാക്കുകയാണ്. ഈശോയുടെയും സംഘത്തിൻ്റെയും അടുത്തേക്ക് വന്നിട്ട് യൂദാസ് ഈശോയുടെ അടുത്തേക്ക് വന്ന് ഈശോയെ ചുംബിക്കാൻ അടുത്തേക്ക് വരികയാണ്. അതായത് ചുംബനം എന്നുള്ളത് സൗഹൃദത്തിൻ്റെ അടയാളമാണ്, പങ്കുവെക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ് ചുംബനം. ഇവിടുത്തെ അപകടം എന്താണ്? യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, പുണ്യമുള്ള ഒരു ആചാരത്തെ, നന്മയുള്ള ഒരു സ്നേഹപ്രകടനത്തെ മലിനമാക്കുകയും ചെയ്തു. ചുംബനത്തെ കൂടി അയാൾ മലിനമാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, യൂദാസേ, ചുംബനം കൊണ്ടാണോടാ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന്? ആ ചുംബനം നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളവും പ്രകടനവുമല്ലായിരുന്നോ? അതുകൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? അതുപയോഗിച്ചാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ ഈശോയുടെ ചോദ്യം ചെയ്യലൊന്നും അല്ലത്, മറിച്ച് ഈ ചോദ്യമെങ്കിലും അവൻ്റെ ഹൃദയത്തെ ഒന്ന് കൊളുത്തി വലിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ഈശോ ചോദിക്കുകയാണ്. അതെങ്കിലും അവനൊരു മാറ്റം വരുത്തട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കുന്നതാണ്. പക്ഷെ യൂദാസിന് അതൊന്നും ഏൽക്കുന്നില്ല. നന്മയുള്ളതിനെയൊക്കെ മലിനമാക്കി അയാളുടെ പദ്ധതി നടപ്പിലാക്കുകയാണ്. അന്നു മുതൽ ഇന്നോളം ചുംബനം മലിനമായി തന്നെ ശേഷിക്കുകയാണോ എന്ന് നമുക്ക് പേടി തോന്നിപ്പോകും. സ്നേഹമില്ലാതെ ആശ്ലേഷിക്കാൻ, ഉള്ളിൽ നന്മയില്ലാതെ ചുംബിക്കാൻ അന്ന് യൂദാസ് തുടങ്ങി വെച്ച കാട്ടിക്കൊടുത്ത രീതികൾ ഇന്നും ചുറ്റോട് ചുറ്റും നടമാടുന്നുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചെറിയ ഭാഗത്ത്, ഈ രാത്രിയുടെ ഈ ചെറിയ നേരത്ത് 4 പാപങ്ങൾ അരങ്ങേറി. ഒന്നാമത്തെ പാപം ചെയ്തത് യൂദാസാണ്. യൂദാസിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഘടകങ്ങളുണ്ട്. നമ്മളിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണത്. കാരണം യൂദാസ് കൂടെ നടന്നവനാണ്, കുർബാന കൂടിയവനാണ്, എന്നിട്ടും ഒറ്റിക്കൊടുത്തു. രണ്ടാമത്തെ കാര്യം, യൂദാസ് അവൻ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, മറുകണ്ഠം ചാടിയിട്ട് ശത്രുപക്ഷത്തെ നയിച്ചു. മൂന്നാമത്തെ കാര്യം, യൂദാസ് ചുംബനം കൊണ്ട്
നന്മയുടെ ഭാഷ അവൻ മലിനമാക്കി കളഞ്ഞു. ഇതാണ് യൂദാസ് ചെയ്ത പാപം, അതിൻ്റെ കാഠിന്യം കൂട്ടിയ ഘടകങ്ങൾ. ഇനി അടുത്ത പാപത്തിലേക്ക് വരികയാണ്. അടുത്ത പാപം ചെയ്താരെന്നറിയാമോ? അടുത്ത പാപം ചെയ്തത് ഈശോയുടെ ശിഷ്യന്മാർ തന്നെയാണ്. അതായത് കൂട്ടത്തിൽ ഒരുവൻ ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ, കർത്താവേ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി ഛേദിച്ചു കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈ വെട്ടിയ കക്ഷി ആരാണ്? പത്രോസും. ആരുടെയാണ് ചെവി മുറിഞ്ഞത്? മാൽക്കൂസിൻ്റെയുമാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച പാപം ഈശോയുടെ പാഠങ്ങളെ സൗകര്യപൂർവം മറന്നു കളഞ്ഞു എന്നതാണ് ഇവിടെ സംഭവിച്ച പാപം. ഇതുവരെ ഈശോ പഠിപ്പിച്ചിരുന്ന ക്ഷമിക്കണം, പൊറുക്കണം, നമ്മൾ വേദനകൾ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തതൊക്കെ ഒരു ക്ഷണനേരം കൊണ്ട് കാറ്റിൽ പറത്തിയിട്ട് വാളെടുക്കുകയാണ് ഇവര്. ഈശോ ഉടനെ കൊടുക്കുന്ന ഉത്തരം, പ്രിയമുള്ളവരെ, ഈ കാലത്ത് ശ്രദ്ധയോടെ കേൾക്കുകയും ക്രിസ്ത്യാനി ഹൃദയത്തിൽ പതിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. വാള് അതിൻ്റെ ഉറയിലിടുക. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ അകൃത്യം നടന്ന രാവിൽ പോലും ഈശോ പറയുന്നത് വാളെടുക്കരുത്, വാൾ അതിൻ്റെ ഉറയിലിടുക. പിന്നെ നമുക്കെങ്ങനെയാണ് വാളെടുക്കാൻ അവകാശം ഉണ്ടാവുക? അന്ന് അത്ര വലിയ അകൃത്യം നടന്ന നേരത്ത് പോലും, ഭൂമിയിലെ ഏറ്റവും വലിയ നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നേരത്ത് പോലും ഈശോ പറഞ്ഞു വാളെടുക്കരുത്, വാള് ഉറയിലിടുക. ക്രിസ്ത്യാനിക്ക് വാള് ഉറയിലിടാൻ മാത്രമുള്ളതാണ്, കയ്യിലെടുക്കാൻ കൊള്ളില്ല. അത് പറഞ്ഞവൻ്റെ അനുയായികൾക്ക് പിന്നെ എങ്ങനെ വാളെടുക്കാൻ കഴിയും? നമുക്കാകില്ലത്. അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കണം. അതായത് ഈശോയുടെ പാഠങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഇങ്ങനൊരു പാപം ചെയ്യാൻ, ലൗകികതയുടെ പാപം ചെയ്യാൻ, അതായത് ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു കളഞ്ഞു. അതാണ് പാപം. ലോകം ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ആക്രമിച്ചാൽ, എൻ്റെത് ആരെങ്കിലും കവർന്നെടുത്താൽ ഞാനും ആക്രമിക്കും. ഇതാണ് ലോകത്തിൻ്റെ നിയമം. ആ ലോകത്തിൻ്റെ നിയമം ശിഷ്യന്മാർ ഏറ്റെടുത്ത് പോയി. അതിന് കാരണമായത് എന്താണ്? 3 കാര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും ഈ അപകടത്തിൻ്റെ ചാരത്തെവിടെയൊക്കെയോ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്, ഈശോ പഠിപ്പിച്ചത് സ്വർഗത്തിൽ ഞാൻ ഒരു രാജ്യം ഒരുക്കുന്നു എന്നായിരുന്നു. എൻ്റെ ദൈവരാജ്യം ഈ ഭൂമിയിലല്ല, ഐഹികമല്ല, അത് അപ്പുറത്താണ്, മറ്റൊരു ലോകത്താണ് ഒരുക്കുന്നത്. ഇതെത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടും ഇവരുടെ തലയിൽ കയറിയിട്ടില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കും, അവൻ സിംഹാസനം ഇട്ടും അതിൻ്റെ മുകളിൽ അവൻ ആരൂഢനാകും എന്ന അവരുടെ ചിന്തയെ ഒരിക്കൽ പോലും ഈശോ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി ഒന്ന് മാറ്റി എഴുതുവാൻ ശിഷ്യന്മാർ മനസ്സ് കാട്ടിയിട്ടില്ല. ഈശോ പറയുന്നത് തലയിലോട്ട് കയറ്റിയില്ല. അവരുടെ ആശയത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. കാരണം പത്രോസ് വിചാരിച്ചു ഇതാണ് സമയം. എന്ത് സമയം? മിശിഹ അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന സമയം. യുദ്ധം ചെയ്യാൻ നേരമായി. തെറ്റിദ്ധരിച്ചതാണ്. സമയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരണമെന്നാണ്. ഈശോയുടെ സമയം അവൻ്റെ മരണനേരമാണ്. അവൻ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന നേരം, കുരിശിൽ കിടന്നുകൊണ്ട് അവന് ജീവൻ ബലിയായി കൊടുക്കുന്ന നേരമാണ്. അതറിയാതെ വാളെടുത്തു. നമുക്കും അപകടം പറ്റുന്നത്, ഇന്നും ഈ കാലത്തും നമുക്കും അപകടം പറ്റുന്നത് ഈശോ പഠിപ്പിച്ചത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കാലത്തും നമ്മളും വാളെടുത്ത് പോകുന്നത്, നമുക്കും അപകടം പറ്റിപ്പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ അപകടം പറ്റി രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ആ വചനം ഒന്ന് എടുത്തിട്ട് വായിക്കേണ്ടത് 49-ാമത്തെ വാക്യം. 49-ാമത്തെ വാക്യം. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, കർത്താവേ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. തൊട്ടടുത്ത വാക്യം, അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു. അതായത് ഈശോയോട് ചോദിച്ചു വാളെടുത്ത് വെട്ടട്ടെ. ഈശോ ഉത്തരം കൊടുത്തോ? ഈശോ ഉത്തരം കൊടുത്തില്ല. ഈശോയുടെ ഉത്തരം കേൾക്കാനുള്ള സാവകാശം പോലും അവൻ ഇല്ലായിരുന്നു. അവൻ ചോദ്യം ചോദിച്ചു, വെട്ടിക്കഴിഞ്ഞു. നമുക്കും പറ്റുന്ന നമ്മുടെ കാര്യം നടപ്പിലാക്കണം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി തമ്പുരാനോട് ചോദിച്ചെന്നാക്കിയിട്ട് നമ്മൾ ആ കാര്യം അങ്ങ് ചെയ്യും. ക്ഷമയോടെ ദൈവഹിതം എന്താണെന്നറിയാൻ കാത്തിരിക്കാൻ എന്താ നമുക്ക് പറ്റാത്തത്? കാള പെറ്റുവെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്നവരായി
നമ്മൾ മാറിപ്പോകുന്നുണ്ടോ? ഒന്ന് കാത്തിരുന്നു കൂടെ? ഈശോയോട് ചോദിച്ചു, ഞങ്ങൾ വാളെടുക്കട്ടെ? എത്ര കാത്തിരുന്നാലും കിട്ടാൻ പോകുന്ന ഉത്തരം അരുത് എന്ന് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഒന്ന് കാത്തിരുന്നു കൂടെ? സാവകാശം ഒന്ന് ഇരുന്നു കൂടെ? അവനെ കേൾക്ക്. ഇത്ര തിരക്ക് പാടില്ലായിരുന്നു, നമുക്ക് പാടില്ല. അതാണ് പത്രോസിന് പറ്റിയ രണ്ടാമത്തെ അപകടം. ഒന്നാമത്തത് ക്രിസ്തുവിൻ്റെ പാഠങ്ങളെ മനസ്സിലാക്കിയില്ല. രണ്ടാമത്തത് തിരക്ക് പിടിച്ചു വാളെടുത്തു, ഈശോയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടില്ല. മൂന്നാമത്തെ അപകടം, അങ്ങനെ ഈശോയോട് ആലോചന ചോദിക്കാതെ വാളെടുത്തപ്പോൾ ചെയ്തതൊക്കെ മണ്ടത്തരങ്ങളായി, ദൈവിക പദ്ധതിക്ക് വിഘാതം വരുത്തുന്നതായി. കാരണം ഈശോയ്ക്കറിയാം, പത്രോസും വാളെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന ഇരുപക്ഷത്തും കൊലപാതകങ്ങളുടെ എണ്ണമേറും, ഈശോയുടെ രക്ഷാകര പദ്ധതി പൂർത്തിയാകാതെ പോകും. പലപ്പോഴും നമ്മളും ഈ പറഞ്ഞതുപോലെ ഈശോയുടെ പാഠങ്ങൾ മനസ്സിലാക്കാതെ, ഈശോയോട് ആലോചന ചോദിക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് വാളെടുത്തിറങ്ങുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ അപകടം, ദൈവിക പദ്ധതിക്ക് തടസ്സം വരും. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ ദൈവം തമ്പുരാൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത്, കൂടെ നിൽക്കുന്നത്. അവനില്ലാത്ത തിടുക്കവും തിരക്കും എന്തിനാ നമുക്ക്? അവനില്ലാത്ത തിരക്കെന്തിനാ നമുക്ക്? കാത്തിരിക്കുക, അവനൊരു പദ്ധതിയുണ്ട്. അപ്പം അതാണ് പത്രോസിന് മനസ്സിലാകാതെ പോയ മൂന്നാമത്തെ കാര്യം. പ്രിയമുള്ളവരെ, ഈ അപകടങ്ങൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിരന്തരം അരങ്ങേറുന്നവയാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം. ആ ബോധത്തിൽ നിന്ന് നമുക്കൊരു തീരുമാനവും എടുക്കണം. ഇനി പാപം ചെയ്ത മൂന്നാമത്തെ കൂട്ടർ, യൂദാസ് കഴിഞ്ഞു, ശിഷ്യന്മാർ പ്രത്യേകിച്ച് പത്രോസ് കഴിഞ്ഞു. ഇനി പാപം ചെയ്ത മൂന്നാമത്തെ കൂട്ടർ, അവർ പുരോഹിത പ്രമാണിമാരും സമൂഹത്തിലെ ഉന്നതരുമൊക്കെയാണ്. അത് പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. അവരോടായിട്ട് ഈ ചോദിക്കുന്ന ചോദ്യം അത്രയേ ഉള്ളൂ, നിങ്ങൾ എന്താണ് കള്ളനെ പിടിക്കാൻ വന്നതുപോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കള്ളനെ പിടിക്കാൻ വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ ഈ നേരത്ത് ഈ രീതിയിൽ വന്നിരിക്കുന്നത്? ഇവർ ചെയ്ത തെറ്റെന്താണ്? ഈശോയെ ഇവർക്ക് തിരിച്ചറിയാൻ ഇവർ ശ്രമിച്ചു പോലുമില്ല. മനുഷ്യപുത്രന്റെ നേരെ ഇവര് കണ്ണടച്ചു, ചെവി കുട്ടി അടച്ചു. ഈ മനുഷ്യപുത്രനെ അറിയാനോ കേൾക്കാനോ മനസ്സു കാട്ടി പോലുമില്ല. മറിച്ച് ഈശോ പറഞ്ഞതുപോലെ കള്ളനെ പിടിക്കാൻ വന്നതുപോലെ ഈശോയെ പിടിക്കാൻ ഇവർ വന്നിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഈശോ ഇവരിൽ നിന്നും ചില കാര്യങ്ങൾ കട്ടെടുത്തു. എന്ത് കട്ടെടുത്തു? തങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഇവരുടെ അവകാശത്തെ ഈശോ കട്ടെടുത്തു. ഏത് അതിക്രമവും ഏത് കാപട്യവും സുഖമായി ജീവിക്കാമെന്ന ഇവരുടെ തോന്നലുകളെ ഈശോ കട്ടെടുത്തു. അങ്ങനെ പറ്റില്ലെന്ന് ഈശോ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. അതാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന പോക്കിൽ കാര്യങ്ങൾ ക്രമത്തിലല്ലെന്ന്, ശരിയായിട്ടല്ലെന്ന് ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്ന നേരത്തൊക്കെ നമ്മൾ ദൈവത്തെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുകയാണ്, ഈശോയെ പിടിച്ചു കെട്ടാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതാണ് ഈ സമൂഹത്തിലെ പ്രമാണികൾക്ക് പറ്റിയ അപകടം. അവർ ചെയ്യുന്ന പാപം നമ്മളിലും സംഭവിക്കും. ക്ലൈമാക്സ്, ഈ 3 പാപങ്ങൾ കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നതെന്നറിയാമോ? ഈ പാപങ്ങളുടെ അക്യുമുലേഷൻ, പലര് കൂടി പല പാപങ്ങൾ ആവർത്തിച്ച് ചെയ്ത് ആ പാവം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന അപകടം ഈശോ അവസാനം പറയുകയാണ്, ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ആരാണത്? ആരെക്കുറിച്ചാണത്? സംശയമില്ല, പിശാചിനെ കുറിച്ച്. അതായത് നമുക്കിടയിൽ പാപങ്ങൾ പെരുകുമ്പോൾ, നമ്മൾ പലരും കൂടി പല പാപങ്ങൾ ചെയ്ത് ആ പാപങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അന്ധകാരത്തിൻ്റെ സമയം വരും, പിശാചിൻ്റെ സമയം വരും എന്ന് ഈശോ ഒരു അപായ സൂചന പോലെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതാണ് 4ാമത്തെ പാപം. അതെങ്ങനെയാണ് പാപമാകുന്നത്? നമ്മൾ ചെയ്യുന്ന പാപം അവിടം കൊണ്ട് തീരുന്നില്ല. അതൊരു വലിയൊരു വിപത്തിലേക്ക്, ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുകയാണ്. അന്ധകാര സമയത്തിലേക്ക്, പിശാചിൻ്റെ ആധിപത്യത്തിലേക്ക് ആ പാപം കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് നമ്മുടെ കാലത്തെ, നമ്മുടെ സമൂഹത്തെ. അങ്ങനെ അത് വലിയ പാപമായിട്ട് മാറുന്നു. പക്ഷേ അത് പറയുമ്പോഴും ഈശോ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങളുടെ സമയമാണ്. ഈ നേരം ഇപ്പോൾ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, ഇത് നിങ്ങളുടെ സമയമാണ്. പക്ഷെ ഇതിനപ്പുറത്ത് പ്രകാശം ഉദയം ചെയ്യും. ഈ സഹനകാലത്തിനപ്പുറത്ത്, ഈ പീഡനങ്ങളുടെ കാലത്തിനപ്പുറത്ത് പ്രകാശം ഉദയം ചെയ്യും. സൂര്യശോഭയോടെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് വീണ്ടും
പ്രകാശം അവൻ്റെ രാജ്യം സ്ഥാപിക്കും, അന്ധകാരം മാഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെടുക്കേണ്ട തീരുമാനം പ്രകാശത്തിൻ്റെ, ഈശോ തമ്പുരാൻ്റെ പക്ഷം പിടിക്കാൻ തീരുമാനം എടുക്കണം. പ്രിയമുള്ളവരെ, പറഞ്ഞ കാര്യങ്ങൾ അല്പം കട്ടിയായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് തന്നെ അല്പം കട്ടിയായിട്ട് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടം മാത്രം കേൾക്കും നിങ്ങൾക്ക് അല്പം കാഠിന്യമുള്ളതായി തോന്നിയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നോട് പൊറുക്കുക. ഒരു തവണ കൂടി നമ്മളതിനെ ലളിതമായി ഒന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കൂടെ ഇരിക്കുക. നമ്മൾ ലളിതമായി ഒന്ന് മനസ്സിലാക്കുന്നു. ഇത്രയേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പാപം നടമാടിയ, ഏറ്റവും വലിയ അകൃത്യം നടന്ന രാത്രിയെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഈശോയെ ഒറ്റിക്കൊടുത്ത രാത്രി. 4 പാപങ്ങൾ അന്ന് നടന്നു. ഒന്നാമത്തെ പാപം, യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ, ആ പാപം, ഒറ്റിക്കൊടുത്ത പാപത്തിൻ്റെ കാഠിന്യം കൂട്ടുന്ന 3 ഫാക്ടേഴ്സ് അതിൻ്റെ കീഴേ ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തത്, യൂദാസ് അവൻ്റെ ശിഷ്യനായിരുന്നു, കൂടെ നടന്നു, കുർബാന കൂടിയവനാണ്. രണ്ടാമത്തത്, യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു, ഈശോയെ വിട്ടുപേക്ഷിച്ചു പോയി എന്ന് മാത്രമല്ല, ശത്രുപക്ഷത്തിൻ്റെ നേതാവായി ഈശോയ്ക്കെതിരെ തിരിഞ്ഞു. മൂന്നാമത്തത്, യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വിശുദ്ധമായ ഒന്നിനെ ഉപയോഗിച്ചു. ചുംബനം കൊണ്ടോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ഈശോ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പാപം ചെയ്യുന്ന ആരാണ്? ശിഷ്യന്മാർ. അതിൽ തന്നെ പ്രത്യേകിച്ച് ആരാണ്? പത്രോസ്. എന്താണ് ചെയ്ത പാപം? വാളെടുത്തു. എന്തുകൊണ്ട് അവൻ വാളെടുക്കേണ്ടി വന്നു എന്നത് ഓർക്കുക. ഒന്നാമത്തത്, ഭൂമിയിലെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചിരുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഈശോയുടെ പാഠങ്ങളെ മനസ്സിലാക്കിയില്ല നന്നായിട്ട്. രണ്ടാമത്, ഈശോയുടെ ഉത്തരത്തിന് കാത്തുനിന്നില്ല. മൂന്നാമത്, അങ്ങനെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ ചെയ്തതൊക്കെ മണ്ടത്തരങ്ങളായിപ്പോയി, ദൈവിക പദ്ധതിക്ക് തടസ്സം വരുന്ന കാര്യങ്ങളായിപ്പോയി. മൂന്നാമത്തെ പാപം ചെയ്തതാരാണ്? മൂന്നാമത്തെ പാപം ചെയ്തത് വൈദിക പ്രമാണികളും സമൂഹത്തിലെ ഉന്നതരും കൂടെ മനുഷ്യപുത്രനെ തിരിച്ചറിയാൻ ശ്രമിച്ചില്ല. നാലാമത്തെ പാപം. ഈ 3 പാപങ്ങളും കൂടെ ചേർന്ന് വന്നപ്പോൾ വലിയ ദുരന്തം, വലിയ മഹാപാതകം സംഭവിച്ചു. എന്ത്? അന്ധകാര ശക്തിയുടെ തേർവാഴ്ച സംഭവിച്ചു. പക്ഷേ ഈശോ ഓർമ്മിപ്പിക്കുന്നു, ഈ അന്ധകാരം മായും, പ്രകാശം ഉദയം ചെയ്യും. പ്രിയമുള്ളവർ, ഇത്രയധികം പാപങ്ങൾ നടന്ന രാത്രിയിലും ഈശോയുടെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയധികം പാപങ്ങൾ, അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ നടന്ന രാത്രിയിൽ പോലും ഈശോ അവൻ്റെ ശൈലിയിൽ അല്പം പോലും മാറ്റം വരുത്തിയില്ല. ക്ഷമയും കാരുണ്യവും കാത്തിരിപ്പുമാണ് അവൻ്റെ ശൈലി. യൂദാസിനോട് ചോദിച്ചു, കുഞ്ഞെ, നീ ഒറ്റിക്കൊടുക്കുന്നത് ചുംബനം കൊണ്ടാണോടാ? തിരിച്ചു വാ, എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ. എന്നിട്ടോ പത്രോസിനോട് പറഞ്ഞു കൊടുത്തു, മോനെ, വാള് നമുക്കുള്ളതല്ലടാ, വാള് ഉറയിലിടുക. അവരോടും പറഞ്ഞു കൊടുത്തത് എന്നെ തിരിച്ചറിയണമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. ഒടുവിൽ അന്ധകാര ശക്തികളുടെ തേർവാഴ്ചയിൽ അവൻ പറഞ്ഞു, പ്രകാശം വരും മക്കളെ, തളർന്നു പോകരുത്. പ്രകാശത്തിൻ്റെ ഭരണം വീണ്ടും സംജാതമാകും. ദൈവപുത്രൻ്റെ ഭരണം സംജാതമാകും. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ജീവിതം കൊണ്ടോ നിന്നെ എതിർക്കുന്നവരുടെ പക്ഷത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോകാതിരിക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും വാളെടുക്കുന്നവരാകാതിരിക്കട്ടെ. നിന്റെ കരുണയും നിന്റെ ക്ഷമയും ഞങ്ങൾക്കെന്നും മാതൃകയാകട്ടെ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.